പ്രിയപ്പെട്ട വിശുദ്ധ ഫിലോമിനയോടുള്ള ഭക്തിയിൽ ഏറെ പ്രധാനപ്പെട്ടത് ശുദ്ധതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഫലമാണ്. ആരൊക്കെയാണോ ജീവിതത്തിൽ ശുദ്ധത എന്ന പുണ്യം കാക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, യൂറോപ്പിലെ എല്ലാ യുവജനങ്ങളുടെയും മധ്യസ്ഥയായി ഈ പുണ്യവതി മാറുക 13 വയസ്സുകാരി. ഒരു കോഡ് ഓഫ് സെൻറ്റ് ഫിലോമിന എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ചുവപ്പും വെള്ളയും കളർന്ന നാടകൾ കൊണ്ട് കെട്ടിയ കയ്യിൽ കെട്ടുന്ന ഒരു ചരടാണ്. അത് വേണമെങ്കിൽ അല്ലാതെയും കൊണ്ടുപോയി നടക്കാം. ഇത് വെഞ്ചിരിച്ച് കയ്യിൽ വിശുദ്ധ ഫിലോമിനയുടെ മാധ്യസ്ഥം വഴി ശുദ്ധത എന്ന പുണ്യം കാക്കുന്നതിനായി യുവജനങ്ങൾ അനേകർ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും യൂറോപ്പിലൊക്കെ അത് വളരെ ഫേമസ് ആണ്. നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ എടുത്ത് നോക്കിയാൽ ഒത്തിരി പേർ അതിൻ്റെ സാക്ഷ്യം പറയുന്നത് നമുക്ക് കാണാം. വിശുദ്ധ ഫിലോമിനയോടുള്ള ഭക്തിയിൽ വിശുദ്ധ ഫിലോമിനയോടുള്ള ജപമാലയും അതുപോലെ ഉത്തരീയവും നമ്മുടെ വിശുദ്ധ ജോൺ മരിയ വിയാനിയാണ് ഈ വിശുദ്ധയോടുള്ള ഇത്തരത്തിലുള്ള ഭക്തി വളർത്തിയെടുക്കുക. ആദ്യം 3 മുത്തുകൾ, വെളുത്ത മുത്തുകൾ, അത് 3 സ്വർഗസ്ഥനായ പിതാവ്. അതിനു മുൻപ് ഒരു വിശ്വാസ പ്രമാണം, പിന്നെ 13 മണികൾ, 13 നന്മ നിറഞ്ഞ മറിയമായി. 13 വർഷക്കാലം ഫിലോമിന ഈ ഭൂമിയിൽ ജീവിച്ചു. അല്ലെങ്കിൽ അതിന് മറ്റൊരു പ്രാർത്ഥനയുണ്ട്. അതുപോലെ വിശുദ്ധ ഫിലോമിനയോടുള്ള ഉത്തരീയം, നവനാൾ പ്രാർത്ഥനകൾ. പ്രിയപ്പെട്ടവരെ, ഇത് ഭയങ്കരമായ ഒരു മാധ്യസ്ഥ ശക്തിയുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് ഭക്തി നഷ്ടപ്പെട്ടു പോയ ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രക്ഷപ്പെടുവാൻ പോകുന്നത് ഇതുപോലെയുള്ള ഭക്തിയിലുള്ള ആശ്രയത്തിലായിരിക്കും. കാരണം നമ്മളുടെ യുവജനങ്ങൾ വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ തീർച്ചയായും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന അടയാളങ്ങൾ അവർക്ക് ജീവിതത്തിൽ ബോധ്യമായേ പറ്റൂ. അല്ലാത്ത പക്ഷം ചില കെട്ടുകഥകൾ പോലെയോ അവരെ അടിച്ചിരുത്തുന്നതിന് വേണ്ടി പറയുന്ന അവർക്ക് ഗുണമല്ലാത്ത ഉപദേശങ്ങൾ പോലെയൊക്കെ നമ്മളുടെ ആത്മീയമായ ജീവിതത്തിനുതകുന്ന എല്ലാ കാര്യങ്ങളും അവർ തള്ളിക്കളഞ്ഞേക്കാം. വിശുദ്ധ ഫിലോമിന ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള അടയാളമാണ് എന്ന് വിശുദ്ധരും അനേകം മാർപ്പാപ്പമാരും കൃത്യമായി സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശുദ്ധ ഫിലോമിനയോട് പ്രാർത്ഥിക്കണം. കാരണം വിശുദ്ധ ഫിലോമിനയോട് വിശ്വാസത്തിൽ ചോദിക്കുന്ന യാതൊരു കാര്യവും ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടില്ല. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥ എന്നുള്ള നിലയിലും സംശയത്തോടെ എൻ്റെ അരികിൽ വരുന്നവരുടെ നേരെ ഞാൻ മുഖം തിരിച്ചു കളയുമെന്ന് വിശുദ്ധ ഫിലോമിന അനേകർക്ക് വെളിപാടായി നൽകിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേരളത്തിൽ ഉള്ള കൂനമ്മാവിൽ ചാവറേച്ചൻ അദ്ദേഹത്തിൻ്റെ ഈ ലോക ജീവിതം അവസാനിപ്പിച്ച ഇരട്ട തീർത്ഥാടനാലയമെന്നാണ് കൂനമ്മാവിലെ വിശുദ്ധ ഫിലോമിനയുടെ പള്ളിയെ പറയുക. നമ്മൾ അവിടെ പോകണം. അവിടെ മാർപ്പാപ്പ ദണ്ഡവിമോചനം നൽകിയിരിക്കുന്ന പള്ളിയാണ്. നമ്മൾ അവിടുത്തെ തിരുനാളുകളിലും പ്രാർത്ഥനകളിലും അവിടെയൊക്കെ നൊവേന പ്രാർത്ഥനകളും വിശുദ്ധ ഫിലോമിനയുടെ ചിത്രങ്ങളും ഒക്കെ ലഭ്യമാണ്. അതുപോലെ തന്നെ മൈസൂറും ഒക്കെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫിലോമിനയെ സഭ തരം താഴ്ത്തിയെന്നോ ഒഴിവാക്കിയെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല. ശരിക്കും ഒരുപാട് പേര് വിശുദ്ധ ഫിലോമിനയുടെ പേര് സ്വീകരിക്കുകയും തിരുനാളിനെ ചൊല്ലി അല്ലെങ്കിൽ സഭ തരം താഴ്ത്തി എന്നതിനെ ചൊല്ലി അത് ഉപേക്ഷിക്കുന്ന രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന കാണുന്നുണ്ട്. അത് ശരിയല്ല. റോമിൽ പ്രത്യേകമായി ലിറ്റർജിക്കൽ കലണ്ടർ, അതുപോലെ 2001 രക്തസാക്ഷികളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പട്ടികയിൽ വിശുദ്ധ ഫിലോമിനയുടെ പേര് ഉൾപ്പെടുത്തുവാൻ സാധ്യമല്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട് എന്നാണ് പറയുക. കാരണം സ്വകാര്യ വെളിപാടുകളിൽ അതൊരു ചരിത്ര രേഖയാണ്. ഈ രക്തസാക്ഷികളുടെ പേരുകളെല്ലാം ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ കലണ്ടറിലും ഇത് ചരിത്രം ഇല്ലാത്തത് കൊണ്ട് ഇത് നമ്മൾ തള്ളിക്കളയണമെന്നുള്ള അർത്ഥത്തിലല്ല. സഭ ഒരിക്കലും വിശുദ്ധ ഫിലോമിന വിശുദ്ധ അല്ല എന്ന് പറഞ്ഞിട്ടില്ല. ചില തർക്കങ്ങളും സംശയങ്ങളും ഇതുപോലെയുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുമ്പോൾ റോമിൽ നിന്ന് മാർപ്പാപ്പ കൃത്യമായി വിശുദ്ധ ഫിലോമിനയുടെ ഭക്തിയെക്കുറിച്ച് മൈസൂറിലേക്കൊക്കെ അറിയിച്ചിങ്ങനെയാണ്: ഇപ്പോൾ തുടരുന്ന ഭക്തി നിങ്ങൾ തുടരുക തന്നെ വേണം.
അവിടെ ഒരു വിശ്വാസത്തിന് ഒരു ഉതപ്പുണ്ടാകേണ്ട കാര്യമില്ല. പല സംശയങ്ങളും നിഴലിക്കുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും ദൈവം തിരുമനസ്സാകാതെ, ചരിത്രമില്ലാതെ തിരുസഭയിൽ ഒരു വിശുദ്ധയും വിശുദ്ധയാവുകയില്ല. ചരിത്രമില്ലാതെ ചരിത്രമെഴുതിയ വിശുദ്ധ ഫിലോമിന ദൈവസമക്ഷം എത്ര വിലപ്പെട്ടവളും എത്ര ശക്തയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വിശുദ്ധ ഫിലോമിനയുടെ മാധ്യസ്ഥ ശക്തിയാൽ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവുകയും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ പോലും നവ ദമ്പതിമാരുടെ മാധ്യസ്ഥം, നമ്മുടെ ചെറുപ്പക്കാർ വിവാഹിതരാകുമ്പോൾ വിശുദ്ധ ഫിലോമിനയോട് മാധ്യസ്ഥം യാചിച്ച് മാതാപിതാക്കൾ പ്രാർത്ഥിക്കട്ടെ, കുടുംബജീവിതങ്ങൾ സുസ്ഥിരമാകുന്നതിന് വേണ്ടി. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്കായി മാധ്യസ്ഥം തീർക്കുന്ന വിശുദ്ധ ഫിലോമിനയോടുള്ള ഭക്തി ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമായി, ഭക്തി കുറഞ്ഞു വരുന്ന കാലം, അതുപോലെ സംശയങ്ങളും വിശ്വാസത്തിനെതിരായിട്ടുള്ള ചിന്തകളും സഭയുടെ പ്രബോധനങ്ങളും പഠനങ്ങളും എളിമയോടുകൂടി സ്വീകരിക്കാൻ കഴിയാത്ത ഹൃദയ കാഠിന്യവും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വലിയ ആക്രമണത്തിൽ സഭ വലിയ മൂല്യച്യുതിയിലേക്ക് വീണുപോകുന്ന, വിശ്വാസത്തിൽ വലിയ വിശ്വാസരാഹിത്യം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം, 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ആ പീഡനം, അതിൻ്റെ തനിയാവർത്തനങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ സഭയിലുണ്ടാകുമ്പോൾ വിശുദ്ധ ഫിലോമിനയുടെ മാധ്യസ്ഥം തീർച്ചയായും നമുക്ക് കരുത്ത് നൽകും. നമുക്കെല്ലാവർക്കും ആ 13 വയസ്സുകാരിയായ വിശുദ്ധ പാതിരേപ്പിയോ പറഞ്ഞതുപോലെ സ്വർഗത്തിലെ ഒരു കൊച്ചു രാജകുമാരിയായ വിശുദ്ധ ഫിലോമിനയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം.